ഹലോ അസ്സലാമു അലൈക്കും. ഈ വീഡിയോ വളരെ സ്പെഷ്യൽ ആൻഡ് മെമ്മറബിൾ ആക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല എഫേർട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ കല്യാണ ദിവസം. ആൻഡ് വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഞാൻ ഏകദേശം ഒരു 300ൻ്റെ മേലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധികം എഡിറ്റിംഗ് ഉണ്ടായിട്ടുള്ളൊരു വീഡിയോ ഇതായിരിക്കണം. കാരണം എന്താണെന്ന് അറിയണ്ടേ, നമ്മളെ രണ്ട് വീട്ടുകാരുടെയും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായതുകൊണ്ട് അവരുടെ ബാക്കിൽ നിന്നിട്ടാണ് ഞാൻ ഈ ഷൂട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓരോ ക്ലിപ്പ് എടുക്കുമ്പോഴും അതിലെവിടെയെങ്കിലുമൊക്കെ ഒരു ഫോട്ടോഗ്രാഫറുടെ തലയോ കയ്യോ കാലോ ഉണ്ടായിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതായി എൻ്റെ പരിപാടി. അങ്ങനെ അതൊരു വൺ ടാസ്ക് ആയിരുന്നു. എന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഫോട്ടോഗ്രാഫേഴ്സിനെ അവർ കാണുന്ന കാഴ്ചകൾ മാത്രമേ പകർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാഴ്ചകളുടെ കൂടെ തന്നെ വളരെ പ്രിയപ്പെട്ട കുറച്ച് ആളുകളുടെ ഇമോഷൻസും ഫീലിങ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നത് ബ്രൈഡിനെയും കൊണ്ട്. ഒരു അടിപൊളി വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ട്. അതിൽ നിന്നും കുറച്ച് വിഷ്വൽസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിക്കാഹ് തുടങ്ങാൻ ഇനിയും കുറച്ച് സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ചായയും കടികളൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയും പൊക്കവടയൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ ജ്യൂസിനൊക്കെയും ചിലവ് ചായക്ക് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഒരു വീഡിയോ പോലല്ല കേട്ടോ. എൻ്റെ ഈ കൊച്ചു വർത്താനം ഞാൻ ഒരു 2 മിനിറ്റ് കൊണ്ട് തീർക്കുക. അപ്പോൾ നിക്കാഹിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും സെറ്റാണ്. ശരിക്കും നിക്കാഹ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രത്യേകത ഉള്ളൊരു സംഭവമാണ്. 2 വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ബിഗിനിങ് ആയിട്ട് വേണമെങ്കിൽ പറയാം. എനിക്ക് എപ്പോഴും നിക്കാഹിൻ്റെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസാണ് എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാറ്. പിന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയും ഒരു വലിയ സദസ്സും അത്രയും ആൾക്കാരുടെ പ്രാർത്ഥനയും എല്ലാം ഒരു ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജ് മുതൽ ഇനി മുന്നോട്ടുള്ളൊരു യാത്ര ഒരുമിച്ചാണല്ലോ. അള്ളാഹു പറയുന്നുണ്ട്, വജഅല ലക്കും മവദ്ദതൻ വറഹ്മ, അവൻ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ഇവർക്കിടയിലുള്ള സ്നേഹവും കാരുണ്യവും എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ നിക്കാഹ് ഏകദേശം തുടങ്ങാനായിട്ടുണ്ട്. പിയാപ്പിളയും പിയാപ്പിളുടെ ഫാമിലി എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിക്കാഹിൻ്റെ തലേ ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് ക്ലിപ്സ് ആട്ടോ ഞാൻ ഇനി പ്ലേ ചെയ്യാൻ പോണത്. അപ്പോഴാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടെ എന്തെല്ലാം ഇമോഷൻസാണ് കടന്നു പോകണമെന്നുള്ളത്. എസ്പെഷ്യലി മോളെ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന വാപ്പൻ്റെയും ഉമ്മൻ്റെയും അതുപോലെ തന്നെ സിബ്ലിങ്സിനും എല്ലാം ഒരു വേറെ തന്നെ ഫീലാണ് കേട്ടോ. അപ്പം നമുക്ക് നിക്കാഹിലേക്ക് കടക്കാം. കൂടാതെ ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് എല്ലാവർക്കും എന്താ പറയാനുള്ളതെന്ന് കൂടെ നോക്കാം. കുടുംബങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മാറഞ്ചേരി പാലക്കൽ ഹൗസ് ഹംസ പാലക്കൽ എന്നിവരുടെ മകൻ മുഹമ്മദ് ഹസീമും ചുർസല മഹല് അബ്ദുസലാം എന്നിവരുടെ മകൾ സഹല കാരുണിയും തമ്മിലുള്ള നിക്കാഹ് കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നഹില കാരുണ്യ ഇവർ തമ്മിൽ ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും. മോളു ഞങ്ങളുടെ 5 മക്കളിൽ രണ്ടാമത്തെ മകള്. എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് ആരംഭിക്കണം എന്നറിയില്ല. ഞങ്ങളെ ജീവൻ്റെ ഒരു ജീവൻ. നാളെ ഒന്നിനും കൂടി വേറെ വീട്ടിലേക്ക് പോവുകയാണ്. എങ്ങോട്ട്, എങ്ങനെ, എവിടെയാണ്, എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു നിമിഷമാണത്. ഓരോരുത്തരും പിരിയുമ്പോഴാണ് അവരുടെ വേദനകളും വിഷമങ്ങളും നമുക്ക് അറിഞ്ഞുകൊണ്ട് പിരിയല്ല. അവരങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കൂടെ തന്നെ തിരിച്ചു വരുമെങ്കിലും ഇത്രയും കാലമുള്ള
രൂപമല്ലല്ലോ. ഏതായാലും നല്ല ഭാവിക്കും നല്ല സമാധാനത്തിനും വേണ്ടി മുന്നോട്ട് പോവട്ടെ. അതിനുവേണ്ടി ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ, പല സ്റ്റേജുകളുണ്ടല്ലോ. അതിൽ ഏറ്റവും വലിയൊരു സ്റ്റേജാണത്. ആ സ്റ്റേജ് നമ്മൾ കടക്കുക നിർബന്ധമുള്ള ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് മാത്രം പിന്നെ എനിക്ക് കിട്ടിയ മക്കളാണെങ്കിൽ അതിനെക്കാട്ടും എനിക്ക് 5 പെൺമക്കളാണെങ്കിൽ ഇപ്പോൾ എനിക്ക് 7 മക്കളായി. അവരിൽ മൂത്ത മകനും എൻ്റെ മകനെ പോലെ രണ്ട് ആൺമക്കളെയും കിട്ടി. അതുകൊണ്ട് ആ സമാധാനവും ഇനിയും മക്കൾ വരുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനമാണ് എൻ്റെ മനസ്സിലുള്ളത്. അൽഹംദുലില്ലാ, എല്ലാം കൊണ്ടും റാഹത്താണ്. ഇതുവരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോയി. ഇനിയും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ആൺമക്കളെ കിട്ടി. പക്ഷെ എന്നാലും നിക്കാഹ് എന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ്. ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വന്തേനി. ഇനി നാളെ മുതൽ നിക്കാഹ് കഴിഞ്ഞാൽ ഇനി നമ്മളതാണെങ്കിലും പക്ഷെ നമ്മളെ സ്വന്തമല്ല, ഇനി വേറൊരാളെ കസ്റ്റഡിയിലാണ്. ഇനി ഓരോ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇനി ഓൽക്കാണ് പ്രിഫറൻസ്. അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഫീലിംഗ്. പക്ഷേ ഇല്ലാതെ നടക്കില്ലോ. ഏതൊരാളെ ജീവിതത്തിലും വരുന്നത് അത് തന്നെയാണ്. മക്കളാവുമ്പോൾ നമ്മൾ അത്രയും കാലം വളർത്തി നമ്മളെ സ്വന്തമാണ്. പക്ഷേ നിക്കാഹ് കഴിഞ്ഞതോടുകൂടി നമ്മളതാണെങ്കിലും നമ്മളെ സ്വന്തം എന്ന് പറയാൻ പറ്റൂല. വേറൊരാളെ പെർമിഷൻ കിട്ടിയാലേ നമ്മൾക്ക് കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് വരണമെങ്കിലും ഇതാവണമെങ്കിലൊക്കെ ഇൻഷാ അല്ലാഹ് എവിടെയായാലും ആ നിൽക്കുന്ന സ്ഥലത്ത് അല്ലാഹു നല്ല രൂപത്തിൽ ആയിറാക്കി കൊടുക്കട്ടെ. എൻ്റെ ലോകത്തേക്കും നല്ലൊരു ജീവിതം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു നല്ല രൂപത്തിലാക്കി തരട്ടെ. ആമീൻ. ഓരോ മക്കളും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ അത് പറഞ്ഞറിയിക്കാനോ സംസാരത്തിലോ ഓരോ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. എത്ര നമ്മൾ കൺട്രോൾ ചെയ്തു. നിക്കാഹ് ഭയങ്കര ഹാപ്പി ആയിട്ടാവും ഇങ്ങനെ കാണുക. അതിപ്പോൾ മുന്നൊരു കല്യാണമായിരുന്നു. നിക്കാഹ് ഇങ്ങനെ കാണുമ്പോൾ വേറെ നമ്മളെ മക്കളല്ലെങ്കിലും എനിക്ക് വേറൊരു ആൾക്കാരുടെയാണെങ്കിൽ നിക്കാഹ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഉള്ളിൽ ഇങ്ങനെ കാണാം. നമ്മൾ അങ്ങോട്ട് ഒരു ഇത് കൊടുക്കണ പോലെ എന്തോ ഒരു ഫീലിംഗ് ആണ്. അപ്പം നമ്മൾ സ്വന്തം മക്കളുടെ കാണുമ്പോൾ നമുക്ക് അറിയാതെ ഒരു വല്ലാത്തൊരു നമ്മളെ ഒരവകാശം പോവുകയാണോ എന്നുള്ള. ആക്ച്വലി നമുക്കൊരു മോനെയും കൂടി കിട്ടുകയാണ്. അതൊക്കെ ഒരു സത്യം തന്നെയാണ്. അൽഹംദുലില്ലാ, ഇപ്പോൾ ഒരു ആമക്കളില്ലാത്ത നമുക്കൊരു മൂത്ത മോനെ കിട്ടിയല്ലോ. അൽഹംദുലില്ലാ, ഇപ്പോൾ 2ാമത്തെ ഒരു മോനെ വരികയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എന്നാലും ആദ്യം നടക്കുമ്പോൾ നമ്മളൊരു ഇത് പോവുകയാണോ എന്നൊരു വല്ലാത്തൊരു ഫീലിംഗ് ഇങ്ങനെ മനസ്സിൽ വരും. ഇൻഷാ അല്ലാഹ് ഏതായാലും 5 പെൺമക്കളിലെ ഞങ്ങൾക്ക് 2 ആൺമക്കളെ കിട്ടി. ഇനിയും ഞങ്ങൾക്ക് 3 പെൺമക്കളെയും കൂടി കിട്ടി. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. കുടുംബത്തിൽ സങ്കടങ്ങളൊന്നുമില്ല. സന്തോഷമായിട്ട് തന്നെ ദഹിക്കുന്നത്. ഞങ്ങൾക്ക് 2 മക്കളെയും കൂടി കിട്ടിയല്ലോ എന്നുള്ള അതുപോലൊരു കുടുംബവും ആ കുടുംബങ്ങളിൽ നിന്ന് നല്ലൊരു പോസിറ്റീവാണ് നമുക്ക് കിട്ടുന്നത്. അതും കൂടി കിട്ടിയാൽ നമുക്ക് എന്തായി നല്ലൊരു സന്തുഷ്ട കുടുംബമാണ് ഇപ്പോൾ ഇതുവരെ. അത് അള്ളാഹ് ഹൈറാക്കി നിലനിർത്തി തരട്ടെ. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഇത്രേ പറയാനുള്ള ഈ വിഷയം. വലിയ താത്തല്ല ഞാൻ കണ്ണെടുത്തൊക്കെ ലൈക്ക് ഭയങ്കര ദേഷ്യം. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ 3 ആൾക്കാർ, ഞാനും മോളും ഞങ്ങൾ 5 ആൾക്കാരാണെങ്കിലും ഞങ്ങൾ 3 ആള് ത്രിമൂർത്തികളെ. ഞാനും മോളും ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര പാരയുകയാണ്. ഓളോട് ഭയങ്കര സ്നേഹം നമുക്ക്. ഇപ്പൊക്കെ ഓളോട് നോക്കുക, ഓൾക്ക് വാങ്ങിക്കൊടുക്കുക, ഇന്ന മൈൻഡാക്കാതെ മൂത്ത കുട്ടി എന്നുള്ള റെസ്പോൺസിബിലിറ്റി എന്നുള്ള ലെവലിൽ അങ്ങനെ എന്തൊക്കെ ഒരു ദേഷ്യം എന്തൊക്കെയായിരുന്നു. പക്ഷെ പിന്നെ ഗ്രാജുവലി ഇങ്ങനെ വലുതാവണതിനനുസരിച്ചിട്ട് ഈ ഒരു സിസ്റ്റേഴ്സ് എന്നുള്ള ബോണ്ട് എന്താ എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇപ്പം മനസ്സിലായി. ഇപ്പം എനിക്ക് 3 ഇപ്പം അമ്മക്കില്ലേ, ഇപ്പം അമ്മക്ക് 3 പെൺകുട്ടികളായി. ഇപ്പം 3ാമത്തെ ലൂ ഉണ്ടായപ്പോൾ എക്കനോട് പറഞ്ഞതാണ്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങൾ 3 ആൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഇവർ 3 ആളിൽ ഉണ്ടാവുമല്ലോ എന്നുള്ളത് കാണാൻ. നമ്മളെ കല്യാണത്തിന് സമയത്ത് നോക്കുന്നുണ്ടോ എന്തൊരു പാരേനെന്ന് അറിയാം ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഭയങ്കര പാരയാണ്. ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്നതോ വിളിക്കണതോ നോക്കണതോ ഒക്കെ ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇപ്പോൾ ഓളെ കല്യാണം ആകുമ്പോൾ ഞങ്ങൾക്ക് 2ആൾക്കുള്ളൊരു റോള് തിരിച്ച് ചെയ്ത് കൊടുക്കണത്. ഞാൻ കയറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടൊക്കെ
സെറ്റ് ആവട്ടെ. ഇതേമാതിരി ഹസീമിന് ഞങ്ങളിടയ്ക്ക് കിട്ടട്ടെ അല്ലേ, ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുപോകാനേ മതി. ഹസീമും കൂടി ഞങ്ങളിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് ധാരാക്കി തന്നാൽ മതി. ഫസ്റ്റ് കണ്ടതിൽ നമ്മളോടുള്ള ദേഷ്യം കാണിച്ചിരുന്നു ഫസ്റ്റ്. പിന്നെ ആളായിട്ട് സെറ്റ് ആയിരുന്നു, ഓളായിട്ട് ഫസ്റ്റ് പെട്ടെന്ന് സെറ്റ് ആയത് അല്ലേ. ഇവിടെ എല്ലാ ആളും നല്ല ടോക്കറ്റീവ് ചെയ്യുന്നു. മുത്തക്കനോട് ചോദിച്ചിട്ട് ഫസ്റ്റ് നിങ്ങളോട് ചോദിച്ചെന്തീനു നിങ്ങൾ ഏത് ടീമാണ് അല്ലേ, ഫുട്ബോൾ ആണോ ക്രിക്കറ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, ഫുട്ബോളിൽ ഏത് ടീം ചെയ്യുന്നു? ഇവിടുത്തെ ഞാൻ അത്രക്ക് ഇതില്ലായിരുന്നു ആരായിട്ടും. ഇപ്പോഴാണ് അവള് വന്നതായത്. അങ്ങനെയല്ല, മോള് ഫസ്റ്റ് തന്നെ നല്ല സെറ്റ് ആയിരുന്നു. പിന്നെ അവിടെ ആണെങ്കിലും യു എയിലാണെങ്കിലും അടുത്ത് തന്നെ ആയിരുന്നു, എൻ്റെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഓക്കും തന്നെ നിങ്ങൾക്ക് ഓക്കും തന്നെ ഒരു ആങ്ങളുടെ ഫീലിങ് മുത്തക്ക് ഒപ്പം ഉണ്ടായതുകൊണ്ട് പോകാനും ചെയ്യാനും ഓടി പറയാനും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാനൊക്കെ അങ്ങനെ. അപ്പം ഇനിയിപ്പോൾ അവിടെയും ഒരാളും കൂടി കിട്ടി നമുക്ക്. ഇൻഷാ അല്ലാ. മോളുവിനെ പറ്റി എന്താ പറയുക വെച്ചാൽ, ഓളെ പ്രസവിക്കുമ്പോൾ തന്നെ ഞാനുണ്ട് ഹോസ്പിറ്റലിലും എല്ലാം. ചെറുപ്പം മുതലേ നാണം കുണിയാണ്, വളരെ ഷൈയാണ്. ഓള് ഇത്രയും ഹൈറ്റ്സിൽ എത്തുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. വേറെ ഒരു ലെവലിലേക്കൊക്കെയാണ് ഓള് പോകുന്നത് ഞാൻ കരുതി. പക്ഷേ മാഷാ അല്ലാ അവള് ഏറ്റവും നല്ല ലെവലിലേക്ക് എത്തുന്നുണ്ട്. നാളെ അവള് പോകുമ്പോൾ ഏറ്റവും നല്ലൊരു ജീവിതം പഠിച്ചവനെ അവൾക്ക് നടക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാഷാ അല്ലാ നമ്മളെ മനസ്സിലുള്ള നല്ലൊരു മോളാണ്. നാളെ അവള് പോകുമ്പോൾ നല്ല ലൈഫ് കിട്ടട്ടെ. അതാണ് പറഞ്ഞത്, ഭയങ്കര ഷൈ ആയിരുന്നു, ഭയങ്കര ഫീൽ ആകുന്ന ആളായിരുന്നു. പക്ഷേ അവളിപ്പം അതൊക്കെ മറികടന്നിട്ട് ഏറ്റവും നല്ലൊരു ലൈഫും കരിയറും എല്ലാം നേടിയെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. അവളെ അമ്മോനായതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് മനസ്സിൽ. നാളത്തെ പരിപാടികളും നല്ല ഭംഗിയായി കഴിഞ്ഞ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇറങ്ങാൻ അവൾക്ക് കഴിയട്ടെ ഇൻഷാ അല്ലാ. ഞാൻ മുന്നു മോളു ഞങ്ങളൊരു ട്രയോ, അതായത് ചെറുപ്പം മുതലേ ഞങ്ങൾ അങ്ങനെയാണ് വളർന്നു വന്നത്. ഞാനും മുന്നു അവിടെ ഉണ്ടോ അതിൻ്റെ നടുവിൽ എപ്പോഴും മോളും ഉണ്ടാവും. പിന്നെ എന്താ പറയുക, അപ്പോൾ വലുതായി ഞങ്ങളൊക്കെ ഇങ്ങനെ ചെറുപ്പം മുതൽ കളിച്ച് ചിരിച്ച് ഒന്നിച്ച് വളർന്നു വന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ ദിശയിലേക്കായി പോയി. അതാലോചിക്കുമ്പോൾ ഒരു സങ്കടം. എൻ്റെ അമ്മായിൻ്റെ മോളാണ് ഇവർ, മുന്നു മോളും ഒക്കെ. ഞങ്ങൾ എപ്പോൾ ഞങ്ങളെ ഉമ്മൻ്റെ വീട്ടിൽ, അതായത് അവർ ഉമ്മൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോഴും അവർ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ കൂടെ ഞങ്ങളൊന്നിച്ച് ആ ഒരു രാത്രി ഞങ്ങൾക്ക് ഉറക്കില്ലാത്ത രാത്രിയാണ് ആ ഒരു പറക്കാൻ വരുന്ന ദിവസങ്ങൾ. ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ മൂന്നാളും മാത്രമുള്ള ഒരുപാട് രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇനി ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. എന്തായാലും നല്ലൊരു ലൈഫ് അവൾക്ക് ഉണ്ടാവും എന്നുള്ള ഒരു വിഷയമാണ്. വിഷിങ് യു വെരി ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. മോള് ഞാൻ ഈ കുടുംബത്തിൽ കയറി വരുമ്പോൾ മോള് 3 വയസ്സായിട്ടുള്ളൂ. അന്ന് മുതലേ നമ്മളായിട്ട് അത്രയും അടുപ്പുള്ള കുട്ടിയാണ്. സംഗതി ഇപ്പം കുട്ടികൾ വലുതായൊന്നും ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടില്ല. എങ്കിലും വിഷമമുണ്ടെങ്കിലും സന്തോഷമുള്ള കാര്യമല്ലേ. ഏതായാലും നടക്കട്ടെ, അതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ എന്താ പറയുക, എനിക്ക് എൻ്റെ മോൾ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ സന്തോഷമാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു നമ്മളെ വിട്ടു പോവല്ല, എന്നാലും ചെറിയൊരു വിഷമം. ഓക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെന്താ പറയാന്ന് വെച്ചാൽ എങ്ങനെ അല്ല, മോളുവിൻ്റെ കാര്യം ഇപ്പം എല്ലാവരും കാര്യമാണ്. മോള് ഇവിടെ കുട്ടികളെ കൂട്ടത്തിൽ ഒരു പ്രത്യേക മെയിൻറ്റെയിൻ ഒരു ടച്ച് കൂടുതലുള്ള കുട്ടിയാണ് മോളും മുന്നും ഒക്കെ എല്ലാവരും ഒരേമാതിരി തന്നെ. എങ്കിലും അതൊരു പ്രത്യേകമാണ്. ടെൻഷൻ കൂടുതലുള്ള ആളവള്. എല്ലാ കുട്ടികളെയും ചെറിയ കാര്യത്തിന് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നാലും ഇപ്പോൾ ആള് വളരെ ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. നിലനിർത്തി ഹൈറാക്കട്ടെ, അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ 5 പെൺകുട്ടികളാണ്. അതിൽ 2ാമത്തെ മോളാണ് ഞാൻ.
ഫസ്റ്റായിട്ട് നമ്മൾ കൂടിയ കല്യാണം എന്ന് പറഞ്ഞാൽ താത്തൻ്റെനു. അന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൂടെ തന്നെ ഭയങ്കര ഇമോഷണലായിരുന്നു ഫസ്റ്റായിട്ട് ഒരാൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് പോണത്. പക്ഷേ ഇത്രയും ടെൻഷൻ ഒരു ബ്രൈഡിനുണ്ടെന്ന് മനസ്സിലായത് ഇത്രയും 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. ഹാപ്പിയാണ്, പക്ഷെ അതേപോലെ ഡബിൾ ടെൻഷനാണ്. വീട്ടിലെല്ലാവരും വിട്ടു പോവാന്ന് ആലോചിക്കുമ്പോഴുള്ളൊരു ടെൻഷനും പോയി. ഇൻഷാ അല്ലാഹ് സെറ്റാവും. പെനിമനൊക്കെ വിട്ടു പോണേൻ്റെ ഒരു ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും കൂടെ കൂടി കുറേ കാലത്തിന് ശേഷം UAE പോയതിന് ശേഷം ഇങ്ങനത്തെ ഒരു കൂടുതലുണ്ടായിട്ടില്ല. പെരുന്നാക്കോ അല്ലെങ്കിൽ എവിടെയൊരു കൂടുതലൊന്നും ഞാൻ ഉണ്ടായിട്ടില്ലേനു. അപ്പം അവിടെ പോയതിന് ശേഷം ഫസ്റ്റ് ടൈം എല്ലാവരും കൂടെ കൂടി കുറേ നേരം കളിച്ചു, വർത്താനം പറഞ്ഞു. ഇതൊക്കെ തീരാൻ പോവാന്നൊരു ടെൻഷൻ. സെറ്റാവും, നേരാവട്ടെ.